സ്തുതിച്ചാട്ടെ. തുടർന്ന് നമുക്ക് ആമേൻ ദൈവജന ധ്യാനത്തിലേക്ക് കടന്നു പോകാം. മറ്റൊന്നും നമുക്ക് ഓർപ്പിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? സ്തോത്രം. വൈകുന്നേരത്ത് തിരുവത്താഴ് ശുശ്രൂഷ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ സഭയ്ക്കകത്ത് ശുശ്രൂഷ തിരുവത്താഴ് ശുശ്രൂഷ നടന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ നടത്തേണ്ടതാണ്. അത് ഹല്ലേലൂയ. അത് നമ്മുടെ ഈ ആലയത്തിൻ്റെയൊക്കെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ചാണ് അതൊക്കെ ഒന്ന് നടക്കാതെ പോയത്. മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ നടക്കാതെ പോയത്. എല്ലാം നമുക്ക് പുതിയ വർഷത്തിൽ എല്ലാം നമുക്ക് കൃത്യമായി പുനരാരംഭിക്കണം. ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസഭയെ ഓർപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. നമുക്കതിനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ഇന്ന് വൃദ്ധ സിസ്റ്ററെ കാണുന്നില്ല. എന്തുപറ്റി വൃദ്ധ സിസ്റ്റർ? സഹോദര ഹല്ലേലൂയ. ജീവിതമല്ലേ, വലിയ ബന്ധപ്പാടുകളുടെ നടുവിലാണ് എല്ലാവരും ആയിരിക്കുന്നത്. എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ വർഷത്തിലെ ഈ നാളുകളിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ 1-2 സെക്ഷനാണ് ഓരോ ദിവസവും നടപ്പാനിടയിൽ തീർന്നത്. അതിൽ പ്രാരംഭത്തെങ്കിൽ ഫുള്ളായിട്ട് പ്രാർത്ഥനകളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയെയും നമ്മുടെ ആത്മാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഓർത്തുകൊണ്ട്, ദേശത്തെയും ഒക്കെ ഓർത്തുകൊണ്ടുള്ള വിവിധ പ്രാർത്ഥനകളായിരുന്നു പ്രാരംഭ സെക്ഷനിൽ. രണ്ടാമത്തെ സെക്ഷനിൽ മാത്രമാണ് ദൈവജനത്തിലൂടെ നമ്മൾ ദൈവജനം ചിന്തിപ്പാനിടയിൽ തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്നലെ ആമേൻ കഴിഞ്ഞു പോയ 2 ദിവസങ്ങൾ കടന്നുപോയി. പ്രാരംഭത്തിൽ പ്രാർത്ഥനയും രണ്ടാമത് ആമേൻ പതുപോലെ നടക്കുന്ന പോലെ ആമേൻ ദൈവജന ധ്യാനത്തോടു കൂടെ ഇങ്ങനെ ഇന്നലെയും അത് കടന്നുപോയി. ഇന്ന് മൂന്നാമത്തെ ദിവസം ആമേൻ 1-ാമത്തെ സെക്ഷനിൽ തന്നെയായിരുന്നു. ഇന്ന് സഭായോഗമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് വൈകുന്നേരത്ത് ആമേൻ വിശേഷാൽ കടന്നു വരുന്നത് കർത്താവിൻ്റെ ദാസൻ പാലക്കാട് വിജയ പാസ്റ്ററാണ്. ആമേൻ. തിരുവത്താഴ് സംബന്ധിച്ചുള്ള ഉപദേശങ്ങളൊക്കെയും കർത്താവിദാസൻ പറയും. നമുക്ക് അതിനുള്ള ആമേൻ ഹല്ലേലൂയ നമ്മൾ നിർവഹിക്കും. എങ്കിൽ തന്നെയും ഞാൻ ഇന്നലെയും രാത്രിയുമായി പറഞ്ഞു വന്നതിൽ നിന്ന് ആമേൻ അതിലൂടെ പിന്നെയും ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളെ കൂടി ഓർപ്പിച്ച് വേഗത്തിൽ പകൽക്കാലത്തിൽ ആമേൻ വിരാമം കൊടുക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ഇന്നലെയും മെനഞ്ഞാന്നുമായി ചിന്തിച്ച ചിന്താ വിഷയം നിങ്ങൾക്ക് എന്താകുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉള്ളവരൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്തിനെക്കുറിച്ചാണ് അതിൻ്റെ ഉള്ളടക്കം? അധികാരത്തെക്കുറിച്ചായിരുന്നു. ഏതധികാരം? ലോകത്തിൽ ഒരുപാട് അധികാരങ്ങളുണ്ട്. മുകളിൽ നിന്നുള്ള അധികാരം, അടുത്ത് കീഴിൽ നിന്നുള്ള അധികാരം, മേളിൽ നിന്നും കീഴിൽ നിന്നുമുള്ള കീഴിലെ അധികാരവും മേലിലെ അധികാരത്തിനെയും കുറിച്ച് 2 ദിവസമായി നമ്മൾ ചിന്തിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു മേലധികാരി ഉണ്ട് അല്ലേ? ഹല്ലേലൂയ. നമുക്കൊരു മേലധികാരി ഉണ്ട്. അവൻ അധികാരിയാ, സകലത്തിന്മേലും ഉള്ള അധികാരിയാ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഭൂമിക്കും ആഴങ്ങൾക്കും അവസാനങ്ങൾക്കും ആദിയോട് അന്തത്തിനും അധികാരി, സർവത്തിനും അധികാരമുള്ളവൻ. ആ കർത്താവ് ആമേൻ മത്തായി സുവിശേഷം അവസാന വചനത്തിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിക്കും സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനേകരെ ഉപദേശിച്ചുകൊണ്ട് അനേകരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോലെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മോട് കൂടെ കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്നുകൂടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉണ്ട്. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരിക്കുന്നവനുമാകുന്നു. ആദ്യനും അന്ത്യനും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിന്റെ ദൂതൻ വന്ന് ദൂതറിയിച്ചതാണ്. യേശു ജനിക്കുമ്പോൾ തന്നെ ആമേൻ യേശുവിനെ ജഡത്തിൽ പ്രസവിച്ച, ശരീരം കൊണ്ട് പ്രസവിച്ച ആമേൻ 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 മറിയോട് പറഞ്ഞു, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് നമ്മൾ അവനെ ആദ്യനും അന്ത്യനും എന്ന് പറയുന്നത്. അവൻ്റെ ആദിക്കും അവസാന ആദ്യം നമുക്ക് ആർക്കും ഗുണിക്കുവാനോ ഹരിക്കുവാനോ കഴിയത്തില്ല, അതിൻ്റെ അവസാനത്തെയും കഴിയത്തില്ല. യുഗായുഗമായി വാഴുന്നവനാണ് അവൻ. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവനാണ്. അവനാണ് ഹല്ലേലൂയ മേലിൽ നിന്നുള്ളവൻ. ആമേൻ. മേലിൽ നിന്നുള്ളതിനെ കുറിച്ച് ആമേൻ നമ്മൾ ഇന്നലെയും മഞ്ഞാന്നൊക്കെ ചിന്തിച്ചതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ അതിനൊന്നും സമയം ഇപ്പോൾ ഇല്ല. അതിനെയൊക്കെ അങ്ങോട്ട് കുറേ അങ്ങോട്ട് മാറ്റി വച്ചിട്ട് പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ഇന്നലെ സന്ധ്യാമത്തിൽ ഒരു വചനം വായിച്ചു. ഹല്ലേലൂയ. ആമേൻ. അത് യോഹന്നാന്റെ സുവിശേഷം എത്ര അധ്യായം? അത് 1:11 വായിച്ചു നമ്മൾ. 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതിനെ കുറിച്ചാകുന്നു നമ്മള് ഭൂമിയിലെ അധികാരം. സ്വർഗത്തിൽ നിന്ന് വന്നവൻ, ആദ്യനും അന്ത്യനുമാകുന്നവൻ, ആദിയിലെ ഉണ്ടായിരുന്നവൻ, നമുക്ക് അറിഞ്ഞുകൂടാത്തവൻ, നമ്മുടെ അറിവിലേക്ക് അവൻ വന്നു, സ്വന്തത്തിലേക്ക് വന്നു. ആമേൻ. സ്വന്തമായവരോ അവനെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അത് ലോകത്തെ കാണിക്കുകയാണ്. അവൻ തിരഞ്ഞെടുത്ത ഗോത്രത്തിലേക്ക് വന്നു. അവൻ 12 ഗോത്രത്തെ തിരഞ്ഞെടുത്തിരുന്നു കേട്ടോ. ആമേൻ. അതിലൊരു ഗോത്രമാണ് ലേവി. അങ്ങനെ നഫ്താലി, അങ്ങനെ ആശേർ, ഇങ്ങനെ പല പല ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളിലേക്ക് അവൻ വന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തത്തിലെയായവർ അവനെ കൈക്കൊണ്ടില്ല. ആമേൻ ആമേൻ. ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്തു വന്നത് ആമേൻ 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 ക്രിസ്തു യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം എന്തെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം പാപമോചകൻ, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ, ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ, രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ, അകൃത്യങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ, ലംഘനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം എന്താകുന്നു? എന്താ? രക്ഷകൻ, രക്ഷിക്കുന്നവൻ. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. യേശു എന്ന വാക്കിന്റെ അർത്ഥം പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ. ആ കർത്താവ് വന്നത് ഉയരത്തിൽ നിന്നാണ് വന്നത്. ഉയരത്തിൽ നിന്ന് വന്നു. ആമേൻ ആമേൻ. താഴ്മയുള്ള കീഴിലേക്ക് വന്നു. ആമേൻ. താഴെയുള്ളവരോ കീഴിലുള്ളവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ്റെ നാമത്തിൽ അവനെ കൈക്കൊണ്ട് അവനിൽ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതിനെക്കുറിച്ച് നന്നായി പഠിപ്പിച്ചുറപ്പിപ്പാനിടയായി തീർന്നു. ദൈവമക്കൾ എന്തുള്ളവരാകുന്നു? അധികാരമുള്ളവരാകുന്നു. കർത്താവ് പറഞ്ഞു, നീ വിശ്വാസത്തോടുകൂടെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ പോകും. അതിന് അധികാരം ദൈവമക്കൾക്കുണ്ട്. ചിന്തിച്ചു. ആമേൻ ആമേൻ. ഈ അധികാരങ്ങളെ, മേലിൽ നിന്നുള്ള അധികാരങ്ങളെ കൈക്കൊള്ളാത്ത ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ പാർക്കുന്നത് കേട്ടോ ദൈവമക്കളെ. ഹല്ലേലൂയ. ലോകത്തിൽ ആമേൻ ദൈവിക അധികാരങ്ങളെ, മേലധികാരങ്ങളെ ആമേൻ കൈക്കൊള്ളാത്ത ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മേലധികാരികളെ വകവയ്ക്കാത്ത കാലഘട്ടമാണ്. മേലധികാരികൾക്ക് അവർക്ക് അധികാരമുണ്ട്. എല്ലാം അവർക്ക് അവരുടേതായ സ്ഥാനങ്ങളിൽ, ഒരു അധികാരി ഏത് ഏത് സ്ഥാനത്തായിരിക്കുന്നുവോ ആ സ്ഥാനം അതിനുള്ള കാര്യാദികൾ കൈകാര്യം ചെയ്യുവാൻ ആ അധികാരിക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. അധികാരമുണ്ട്. ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ. അത് ഞാൻ എല്ലാവരും കഴിഞ്ഞ ആഴ്ച വന്നിട്ടില്ല, 2 ദിവസം വന്നിട്ടില്ല, അതുകൊണ്ട് ഒരു വചനം ഓർപ്പിക്കുകയാണ്. ആമേൻ. അതിന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഹല്ലേലൂയ ആര് പറഞ്ഞതാണ്?
ശതാധിപൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ അവരോട് കൽപ്പിച്ചാൽ അങ്ങോട്ട് പോകാൻ കൽപ്പിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകാൻ കൽപ്പിച്ചാൽ ഇങ്ങോട്ട് വരും. ഒരുവനെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, ജീവിപ്പിക്കാൻ പറഞ്ഞാൽ ജീവിപ്പിക്കും. എൻ്റെ കീഴിലുള്ളവരാണ്, നമ്മളെ കീഴിലുള്ളവരാണ്. ആമേൻ. പടയാളികൾ ആമേൻ കീഴിലുള്ളവരാണ്. ആമേൻ. അതിൻ്റെ മേളിലും ആമേൻ ഉള്ള ശതാധിപനും സ്വർഗത്തിലെ ദൈവത്തിന് കീഴിലുള്ളവനാണ്. സ്വർഗത്തിലെ ദൈവം മേലിലുള്ളവനാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കീഴിലുള്ളവരാണ്. ആമേൻ. ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും, അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. എന്നാൽ ആമേൻ അവിടെ കീഴിലുള്ള കീഴിൽ തൻ്റെ കീഴിൽ പടയാളികളുള്ള ശതാധിപൻ പറയാണ്, കർത്താവേ, മേലിൽ നിന്ന് അധികാരത്തോടുകൂടി വന്നിരിക്കുന്ന കർത്താവേ, മേലിൽ നിന്ന് അധികാരം ലഭിച്ചു വന്നിരിക്കുന്ന കർത്താവേ, നീ ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ മതി, അധികാരം നടക്കും. എൻ്റെ ബാലക്കാരന് അപ്പോൾ തന്നെ സൗഖ്യം വരും. മേലിൽ നിന്നുള്ള അധികാരം. അതേപോലെ നമ്മൾക്ക് ഏവർക്കും അധികമേൻ ദൈവമക്കളാകുവാനും ആമേൻ ലോകത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് അധികാരമുണ്ട് കേട്ടോ. സകല രോഗത്തെയും സകല ഭാരത്തെയും മാറിപ്പോകുന്ന പറഞ്ഞാൽ പോയിരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കണം. അതാണ് ദൈവിക അധികാരത്തിൻ്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. ഈ അധികാരങ്ങളെ കൈക്കൊള്ളുവാൻ മനസ്സില്ല. ഇന്ന് അധികാരത്തിൽ ഒരു അധികാരിയായിരിക്കുമ്പോൾ ഒരു അധികാരി ഉണ്ടെങ്കിൽ അധികാരിക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ടാവും കേട്ടോ. ഒരുവനെ ദൈവം ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ പഠിപ്പോ അവൻ്റെ വിവേകമോ അവൻ്റെ വിദ്യാഭ്യാസമോ അവൻ്റെ യോഗ്യതയോ ഒക്കെ നിമിത്തം അവനെ ഒരുത്തനെ ഉയർത്തുമ്പോൾ മറ്റവൻ ഇങ്ങനെ ഭയങ്കര ഉദ്യോഗസ്ഥൻ, ഇപ്പം തറയിലൊന്നും അല്ല കേട്ടോ. അപ്പം ആളുകളൊക്കെ പറഞ്ഞു പകയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തറയിലൊന്നും അല്ല. ആമേൻ. അവനെ ഭയങ്കര പണക്കാരനാണ്. പണ്ട് ഇവിടെ അത് പറക്കി ഇത് പറക്കിയൊക്കെ നടന്നവനാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് അവനെ ഉയർത്തി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പലതും പരിഹസിക്കുകയും താഴ്ത്തുകയും അവമാനിക്കുകയും പലരും പലയിടത്തിരുന്ന് പറയും. കൈക്കൊള്ളത്തില്ല. നമ്മളിൽ നിന്ന് ഒരുത്ത ഉയർന്നിരിക്കുകയാണെന്നുള്ളത് ചിലർക്ക് മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. നമ്മുടെ സഹോദരൻ നമ്മുടെ സഹോദരി ഉയർന്നിരിപ്പുണ്ട്, അല്ലെങ്കിൽ നല്ലതല്ലേ, നമ്മളെ ഉപദ്രവിക്കാതെങ്കിലും അവർ പൊക്കോളുമെങ്കിൽ. ആമേൻ. അവൻ ഇറ്റുപോയാലോ നമ്മുടെ പുറത്ത് വന്ന് കയറിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇറ്റുപോകാതെ അവൻ ഉയർച്ചയിലേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞതിന് സാരാംശം എന്നാൽ നമ്മളെക്കാളും നമ്മുടെ സഹോദരൻ താഴ്ന്നു പോയാൽ അല്പം കൂടി ശക്തിയുള്ളവനെ നമ്മൾ ആശ്രയിക്കും എന്നുള്ളതിനെ സാരാംശമാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒരുത്തനെ ദൈവം ഉയർത്തി വെച്ചാൽ ഹല്ലേലൂയ, ദൈവം അവൻ ഉയർത്തി നമുക്ക് സന്തോഷിക്കാം. ചിലപ്പോൾ നമുക്കില്ലാത്ത കാലഘട്ടത്തിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, അല്ലയോ സഹോദരനെ, അങ്ങ് ഉയർച്ചയിലിരിക്കുന്നുവല്ലോ, എന്നെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരു 10-50 രൂപ തന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നൽകുവാനിടയെത്തീരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ, ഡോക്ടറെ വൈദ്യന്മാരെ ഉയർത്തി വെച്ചാൽ വൈദ്യ സഹായം ചിലപ്പോൾ നമുക്ക് ചെയ്യും. പോലീസ് സംവിധാനത്തിലൂടെ നമുക്കിന്ന് ചെയ്തു തരും. ഉയർന്നിരിക്കുന്നത് കൊണ്ടാണ്, അധികാരിയായിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ദൈവജനത്തിലൂടെ ദൈവം പറയുന്നത് അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അധികാരങ്ങൾ കീഴടങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അഹങ്കരിക്കാതെ എനിക്കെല്ലാം കഴിയും, ഞാൻ അധികാരിയാണ്, എനിക്ക് കീഴിൽ പടയാളികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് നടന്നാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന ശതാധിപൻ ഇപ്രകാരം പറയാണ്, കർത്താവെ എന്ന് വിളിച്ച് പ്രാരംഭത്തിൽ കർത്താവ് എന്ന് പറഞ്ഞ സകലത്തിനും അധികാരിയാണ്. കർത്താവ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ മതിയാവനല്ല. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. ഹല്ലേലൂയ. മതിയാവനല്ല, ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ഒരൊറ്റ കൽപ്പന മാത്രം കൽപ്പിച്ചാൽ മതി. സൂര്യൻ്റെ കൽപ്പിച്ചാക്കിയ, ചന്ദ്രനെ കൽപ്പിച്ചാക്കിയ, ആഴങ്ങളിൽ കൽപ്പിച്ച, മത്സ്യ സകലത്തെ കൽപ്പിച്ചാക്കിയവൻ ഈ വ്യാധിയെ ഒന്ന് മാറിപ്പോ ഒന്ന് കൽപ്പിച്ചാൽ മതി. അതങ്ങനെ തന്നെ സംഭവിക്കും. ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന്, ഹല്ലേലൂയ, ഇത്ര വലിയ വിശ്വാസം കണ്ടില്ലെന്ന് കർത്താവ് അവിടെ ഓർപ്പിക്കുവാനിടയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്തോടും ഹല്ലേലൂയ ശിഷ്യന്മാരെയും ഓർപ്പിക്കും. ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. ഇസ്രായേൽ മക്കളെ കുറിച്ച് എന്താ ദൈവം പറയുന്നത്? മത്സരികള്, മറുത്തു മത്സരികള്, അനുസരണക്കേടുള്ളവര്,
ഒരുത്തനെയും കണ്ടുകൂടാ, അങ്ങോട്ടും ചുണ്ടും കണ്ടുകൂടാ. പക, വണക്കം, പക. ഒരുത്തൻ ഉയർന്നാൽ കണ്ടുകൂടാ. ഒരുത്തൻ ആമേൻ ദൈവം അവനെ ഉയർത്തിയ ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും എന്നാണ് ദൈവവചനം. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനാണ്. ദരിദ്രൻ ദൈവത്തോട് നിലവിളിച്ച് അവനെ ദൈവം കുപ്പയിൽ നിന്ന് ഉയർത്തും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം നമുക്കെല്ലാം നമ്മൾ പകച്ചിട്ട ഒരു കാര്യമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉയർച്ച നല്ലതല്ലേ? നമുക്ക് ദൈവിക അധികാരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നല്ലതാണല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദൈവം നമ്മുടെ ഈ ജീവിതായുസ്സിൽ നമ്മളെ ദൈവിക അധികാരങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നതിനോട് തന്നു വച്ചിരിക്കുകയാണ്. നമ്മൾ കർത്താവ് പിന്നീട് കണക്ക് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന താലന്ത് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. താലന്തുകളെ പരിശോധിക്കുമ്പോൾ 10 താലന്ത് 5 താലന്ത് കൊടുത്ത് 1 താലന്ത് കൊടുത്തവനൊക്കെ ഉണ്ടായിരുന്നു. താലന്തുകാരെന്താവെന്ന് പറഞ്ഞു, 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടെ നേടി. ആമേൻ ആമേൻ. 2 താലന്ത് കിട്ടിയത് 4 നേടി. 1 താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ടു. 1 താലന്ത് കിട്ടിയവന് അവസാനം എന്താ സംഭവിച്ചത്? അവനെ പിടിച്ചു കെട്ടി തീ ചൂളയിലിടാൻ പറഞ്ഞു. കരച്ചിലും പല്ലികളി ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ കണക്ക് പറയും. കർത്താവ് നമുക്ക് തരുന്നിരിക്കുന്ന താലന്തുകളെ, അധികാരങ്ങളെ, അധികാരം താലന്താണ്, അതിനെ വിനിയോഗിക്കണം നമ്മൾ. ഹല്ലേലൂയ, ആമേൻ. അതിന് അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ ചിന്തയ്ക്കായിട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവിടെ ഒരു ആമേൻ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തിയിൽ അബ്രഹാമിനെ ദൈവവിശ്വാസികളുടെ പിതാവാക്കിയില്ലേ? വിശ്വാസത്താൽ ആമേൻ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവ വഴികളെ ഇറങ്ങി തിരിച്ചു. അബ്രഹാമിന് ആമേൻ ആമേൻ അബ്രഹാമിൻ്റെ മക്കളാണ് ഹല്ലേലൂയ ഇസഹാക്ക്. മകനാണ് ഇസഹാക്ക്. ഒരു മകൻ, വേറെ മക്കളുണ്ട്, എന്നാലും ആമേൻ വാഗ്ദത്ത സന്തതി ആമേൻ ഇസഹാക്ക്. ആമേൻ. രണ്ടാമത്തെ ഹല്ലേലൂയ ഇസഹാക്ക്. നമുക്ക് എല്ലാവർക്കും വചനം അറിയുന്നുള്ളവരാണ്. എങ്കിൽ തന്നെ ഞാൻ ഓർപ്പിക്കുക, ഞങ്ങളുടെ വിഷയത്തിലേക്ക് അറിയുവാൻ വേണ്ടി അങ്ങനെ ഓർപ്പിക്കുകയാണ്. അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബ്. ഹല്ലേലൂയ. ഇസഹാക്കിന് എത്ര മക്കളുണ്ടായിരുന്നു? 2. യാക്കോബിന് അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? എല്ലാവരും തെറ്റിപ്പോയിരിക്കുന്നല്ല. എത്ര? യാക്കോബിന് 12 മക്കൾ. സ്ത്രീ എത്ര? പുരുഷൻ എത്ര? ഒരു സ്ത്രീ 11 പുരുഷന്മാർ. സ്ത്രീയുടെ പേരെന്താണ്? ദീന. ദീനയാണ് യാക്കോബിന്റെ പുത്രി. ഹല്ലേലൂയ. യാക്കോബിന്റെ അവസാന പുത്രന്റെ പേര് എന്ത്? നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ വിശ്വാസികളായിട്ടിരിക്കുകയാണ്. എല്ലാവരും വായിക്കണം. വായിക്കാതെ ആരും. കുഞ്ഞുമോളെ നീ ഒന്ന് പറ. സ്തോത്രം. ആമേൻ. അവസാന പുത്രൻ്റെ പേരാണ് യോസെഫ്. യോസെഫ് കേട്ടോ, യോസെഫ്. നമ്മൾ ഓർത്തിരിക്കണം, പഠിച്ചുകൊണ്ട് ദിവസവും പഠിക്കണം. ദൈവത്തിന് പഠിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ തലയോളം വളരാൻ പറ്റത്തില്ല. അടികൾ മാറ്റി പിടിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സൺഡേ സ്കൂളിൽ അധ്യാപിക ആകേണ്ട കുഞ്ഞാണ്. ആമേൻ. സ്തോത്രം. തുടർന്ന് പ്രൈസ് ദി ലോർഡ്. വേഗം പഠിക്കണം. അമ്മ നല്ല സൺഡേ സ്കൂൾ പഠിക്കുന്ന അധ്യാപികയാണ്. അമ്മയോട് വളരെ വചനങ്ങളാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനിയായാലും നമുക്ക് കുഴപ്പമില്ല. കണ്ണാടിയില്ലാത്തവർ കണ്ണാടികളൊക്കെ വാങ്ങിച്ചു വെച്ച് ദൈവജനമൊക്കെ പഠിക്കണം. ആമേൻ. ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ പുത്രന്മാർ 12 മക്കളിൽ ഹല്ലേലൂയ ആമേൻ 11 ആമേൻ പുത്രന്മാരിൽ ഒരു പുത്രനാണ് അവസാന പുത്രനാണ് യോസേഫ്. യോസേഫിനെ കുറിച്ച് ഇന്ന് നമ്മൾ അല്പം ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ.
ആമേൻ. യോസേഫിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. ആമേൻ. യോസേഫ് അനുഗ്രഹിക്കപ്പെട്ടവനായി. ആമേൻ. ആമേൻ. യോസേഫിൻ്റെ മേല് അനുഗ്രഹമുണ്ട് കേട്ടോ. ആരുടെ അനുഗ്രഹം? അബ്രഹാമിൻ്റെ അനുഗ്രഹം, പിതാക്കന്മാരുടെ അനുഗ്രഹം, അബ്രഹാമിൻ്റെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തലമുറയായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. തലമുറ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ആമേൻ. അബ്രഹാം, നമുക്ക് യോസേഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, യോസേഫ് ആമേൻ ആമേൻ എല്ലാ സഹോദരന്മാരിൽ ഇളയവനായിരുന്നു. ആമേൻ. അപ്പം യോസേഫിനെ അപ്പൻ സ്നേഹിച്ചിരുന്നു. ആമേൻ. അധികമായി സ്നേഹിക്കുന്നത് കണ്ടിട്ട് ബാക്കി 10 സഹോദരന്മാർ അവനെ പകച്ചു. എന്ത് ചെയ്തു? പകച്ചു. അപ്പൻ ഇളയ മകനെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ പകച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പകച്ചു. ആമേൻ. അവന് വല്ല നിലയങ്കിയോ എന്തെങ്കിലും വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത പിന്നെയും പകയ്ക്കാം. അപ്പം ഞങ്ങൾ സ്നേഹിക്കുന്നില്ല, ഇളയ മോന് വേണ്ടി മാത്രം എവിടെ പോയാലും പലഹാരമായി കൊണ്ടുവരും, പണ്ടമായി കൊണ്ടുവരും. പഴയ കാലത്തുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: പണ്ടം വല്ലതും കൊണ്ടുവന്നോ, അല്ലെങ്കിൽ പലഹാരം വല്ലതും കൊണ്ടുവന്നോ, ഇന്നത്തെ കാലമേ സ്വീറ്റുകൾ, മിഠായി കൊണ്ടുവന്നോ, എന്തെങ്കിലുമൊക്കെ അമ്മ ഇളയ മോന് കൊടുക്കാൻ വേണ്ടി അമ്മയും ഒപ്പനും കരുതാറുണ്ട് പഴയ കാലത്ത്. ഇപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ നിറഞ്ഞുകൂടെ എങ്കിൽ തന്നെയും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന പതിവ് സാധാരണ അമ്മയും മക്കൾക്ക് വേണ്ടി അപ്പന്മാന്മാർ കരുതുന്ന ഒരു സമ്പ്രദായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ യോസേഫിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. യോസേഫ് ആമേൻ തൻ്റെ ആമേൻ അപ്പനും അമ്മയുമായിട്ടൊക്കെ ഇങ്ങനെ കുടുംബമായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ യോസേഫ് ഒരു സ്വപ്നം കാണുവാൻ ഇടയിത്തീർന്നു കേട്ടോ. ആമേൻ. വന്നു, അനുഗ്രഹിക്കപ്പെട്ടോടെ വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യോസേഫിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. യോസേഫിനെ കുറിച്ച് നമ്മൾ അനുഭൂതിക്ക് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ആമേൻ. യോസേഫിനെ ദൈവം, എന്നാൽ ഉയരത്തിലെ ദൈവം യോസേഫിനെ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഉയരത്തിലെ ദൈവം അബ്രഹാമിനെ ആമേൻ അനുഗ്രഹിച്ചു. അവൻ്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ്റെ പുത്രൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയാണല്ലോ. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. അത് ആർക്ക് എവിടെ നിന്നൊക്കെ വിവരിക്കാനുള്ള സമയമില്ല. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. യാക്കോബിൻ്റെ അനുഗ്രഹം ആമേൻ തലമുറകളിൽ മേലുണ്ട്. ആമേൻ. ആ തലമുറ, ആ അനുഗ്രഹം ആമേൻ ഉയരത്തിലെ ദൈവമാണിത് അത് കൈമാറുന്നത് കേട്ടോ. മറ്റാർക്കും കൈമാറാൻ സാധിക്കത്തില്ലെങ്കിലും നമ്മൾ ഭാഗികമായി ലോകപ്രകാരം കൈമാറിയാലും ഉയരത്തിലെ ദൈവം അറിയണം ആർക്ക് കൈമാറണമെന്ന്. ഹല്ലേലൂയ. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, ഉയർച്ചകൾ, ആമേൻ, പദവികൾ, ആമേൻ, അധികാരസ്ഥര് ആരൊക്കെ ആവണമെന്ന് ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കേ ആവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവർക്കും ആകാൻ പറ്റത്തില്ല. യാക്കോബിന് 12 മക്കളുണ്ടെങ്കിലും 12 മക്കൾക്കും അധികാരിയാവാൻ സാധിച്ചില്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പൻ സ്നേഹിച്ച മകന് മാത്രമേ അധികാരിയാവാൻ സാധിക്കത്തുള്ളൂ. ഏത് അപ്പൻ ആമേൻ ഒന്നാമത് ആമേൻ മേലിലുള്ള അപ്പൻ സ്നേഹിക്കണം. അല്ലെങ്കിൽ രണ്ടാമത് കീഴെയുള്ള അപ്പൻ സ്നേഹിക്കണം. ആമേൻ. അവന് മാത്രമേ അധികാരിയാകാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ലോകപ്രകാരം പലർക്കും ആമേൻ ആരും ആമേൻ അംഗീകരിച്ചില്ലെങ്കിലും അവരവർക്ക് പഠിച്ച് പ്രാപ്തരായി അങ്ങ് അധികാരിയാണ്. അത് ലോകപ്രകാരം, അത് ഒരു പരിധി വരെയാണ് അവരുടെ കഴിവുകൾ വിനിയോഗിക്കാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മേലിലുള്ള അധികാരം, ആമേൻ, മേലധികാരിയുടെ സർവശക്തൻ്റെ അധികാരം, ആമേൻ, അവൻ തലമുറയായി പകരുന്ന അധികാരം. ആമേൻ. അബ്രഹാമിൽ പകർന്ന അധികാരം, ഇസഹാക്കിൽ പകർന്ന അധികാരം, യാക്കോബിൽ പകർന്ന അധികാരം യോസേഫിലേക്ക് പകരുകയാണ്. ദൈവം അങ്ങനെ കണ്ടുവച്ചൊക്കെയാണ്. യോസേഫിനെ ആമേൻ അധികാരിയാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം തയ്യാറെടുക്കുകയാണ്. ദൈവം കണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോസേഫിനെ, പ്രൈസ് ദി ലോർഡ്. അത് മറ്റ് സഹോദരന്മാർക്കൊന്നും അറിയത്തില്ല. യോസേഫിനെ ദൈവം അധികാരിയാക്കാൻ പോണെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാകുന്നു യോസേഫ് ആമേൻ ഒരു സ്വപ്നം കണ്ടത്. ഹല്ലേലൂയ. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വചനം. അത് 1-2 വചനം വെച്ച് ഓരോന്ന് വെച്ച് വായിച്ചാട്ടെ. യോസേഫ് കണ്ട സ്വപ്നം ഇതായിരുന്നു. ഫറവോൻ ആളയച്ച് അതാകുന്നു 41 അല്ല ഉൽപ്പത്തി 37-ന്റെ 5 മുതൽ ചില വചനങ്ങൾ. ഉൽപ്പത്തി
ഉൽപ്പത്തി 37:5. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം പകയാണ്, മത്സരമാണ്. ഒരു സ്വപ്നം കണ്ടത് പറഞ്ഞതേ ഉള്ളൂ, ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, പക തുടങ്ങി. എന്തോ കാണാത്ത കാര്യങ്ങൾ. നമ്മളാരും 10 സഹോദരന്മാരും കാണാത്ത കാര്യമാണ് 11ാമത്തവൻ കണ്ടിരിക്കുന്നത്. കാണാത്തത് കാണുമ്പോൾ ലോകാരെന്ത് പറയും? കാണാത്ത കാണുമ്പോൾ ഡാഷ് കൊണ്ടൊരു എന്താ പറയും? കാണാത്ത ചൂട്ടും കെട്ടി, രാത്രി ചൂട്ടും കെട്ടി കിടക്കുന്നു. അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലുകളുണ്ട്. അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന്. അർദ്ധരാത്രിയിൽ കൊട പിടിക്കും. അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന്. സ്വത്രം. ദരിദ്രനെ ഉയർത്തുമ്പോൾ മറ്റുള്ളവർ പറയണ ചൊല്ലിതാണ് കേട്ടോ ദൈവങ്ങളെ. നമ്മളെ പാവപ്പെട്ടവന്മാരെ ദൈവം കുപ്പയിൽ നിന്ന് ഉയർത്തിയാൽ അടുത്ത് ഉള്ള നമ്മളെ പലരുമൊക്കെ പറയണതാണ് ഇതാണ്. അവനാ കളയുന്ന അവൻ്റെ അഹങ്കാരം. അർദ്ധരാത്രി കൊട പിടിക്കുകയാണ്. ഞാൻ ഒരു ദരിദ്രനായിരുന്നു. ഞാൻ വീട് വയ്ക്കാൻ വേണ്ടി ഒരുപാട് ബന്ധപ്പെട്ട പാർട്ടിയായിരുന്നു. വീട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഒരു സമയമില്ല. എനിക്ക് അവസാനം ഒരു സ്ഥലം, ഞാൻ ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് ഒരു പഴയ ഭവനവും പഴയ എല്ലാം കൂടി തന്നു. അവിടെ എനിക്ക് പുതിയ ഭവനം പണിയുമ്പോൾ എനിക്ക് നേരെ എതിരെ പാർക്കുന്ന ഒരു സഹോദരാൽ വഴിയെ വേറൊരു സഹോദരനെ കൂട്ടി പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഞാൻ അവിടെ നിന്ന സമയത്ത് കേട്ടോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്കത് കാണാനുള്ള കണ്ണില്ല, മനസ്സില്ല. ഹൃദയം മുഴുവനും വീണാവും, പഴുത്ത് വീണാവും, കച്ച് കെട്ടാത്ത പിശാച് കയറി അങ്ങ് ഇരിക്കുകയാണ്. ഒന്നും നല്ലത് കാണാനുള്ള മനസ്സില്ല. ഇവിടെ യോസേഫ് നല്ലൊരു സ്വപ്നം കണ്ടു കേട്ടോ. സ്വപ്നം കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ പകച്ചു. അത് സഹോദരന്മാരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോൾ 10 സഹോദരന്മാർ പകച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സ്വപ്നത്തെ അവരോട് വിവരിച്ചു. ഞാൻ കണ്ട സ്വപ്നം അതൊന്ന് തൊട്ടടുത്ത് വായിച്ചാട്ടെ. പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. നാം ഒരുമിച്ച് വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്ന് നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. നോക്കിക്കേ, ഹല്ലേലൂയ. അവൻ കറ്റ കെട്ടി വെച്ചിരിക്കുകയാണ്. കാണുന്നത് കറ്റ എതിരെയാണ്. എന്താണ് കറ്റ? നല്ല തിന്നാനുള്ള നല്ല സാധനം, വലിയ ധാന്യം. ഞാൻ കർത്താവ് പറഞ്ഞു, ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും, നിന്നെ പോഷിപ്പിക്കും. ബേത്തരം ഗോതമ്പ് കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കും. നന്മയാണ് കറ്റ. നെല്ലായിക്കൊള്ളട്ടെ, ഗോതമ്പായിക്കൊള്ളട്ടെ, യവമായിക്കൊള്ളട്ടെ, റാഗിയ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ധാന്യം. നമുക്ക് ഓരോ നിമിഷവും ജീവിക്കണമെങ്കിൽ ഇത് കഴിഞ്ഞോട്ട് ഭക്ഷിക്കണം, അല്ലേ? അത് ദൈവത്തിനറിയാം. നമുക്ക് ഇന്നതൊക്കെ വേണമെന്ന് നമുക്കറിയാം, ദൈവത്തിനറിയാം. അത് ആ സമയത്ത് നമുക്ക് തരും, എങ്ങനെയായാലും തരും. പട്ടിണി കിടക്കാരുന്ന ദൈവം അനുവദിക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യോസേഫ് കണ്ട സ്വപ്നം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. താൻ വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ കറ്റ നിവർന്നു നിന്നു. കറ്റ, ആമേൻ. കറ്റ എന്ന് നമുക്കറിയാമല്ല, വയൽ അറുത്തെടുത്ത് ഇങ്ങനെ ഒരു പിടിക്കണക്കിന് ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന ഒരു കറ്റ. കുറച്ച് നെല്ലിങ്ങനെ മുഴുവൻ അതിലോടുകൂടെ അറുത്തെടുത്ത് ഇങ്ങനെ വയ്ക്കുന്നതാണ് കറ്റ എന്ന് പറയുന്നത്. അത് എടുത്ത് പഴയ കാലത്തിൽ അതിനെല്ലാം കൂട്ടിക്കെട്ടി ഭവനത്തിൽ കൊണ്ടുവരും, കളപ്പരയിൽ കൊണ്ടുവരും. മനസ്സിലോ? അങ്ങനെ അറുത്തിടുന്നതിനെയാണ് കറ്റ എന്ന് പറയുന്നത്. അറുത്തിട്ടതിന് ശേഷം ആ കറ്റ, അറുത്തിട്ട കറ്റ, തൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. ഒന്നാമത് തൻ്റെ നന്മ എഴുന്നേറ്റ് നിന്നു. നന്മ അവൻ കാണുകയാണ്, അനുഗ്രഹത്തെ കാണുകയാണ്, ദൈവിക അനുഗ്രഹം, ഉയർച്ചയെ കാണുകയാണ്. എഴുന്നേറ്റ് നിന്നപ്പോൾ ആമേൻ, ആമേൻ, ചുറ്റിലും
നിന്ന സഹോദരന്മാർ അറുത്തു വച്ച കറ്റ, എല്ലാവരുടെയും കറ്റ, ഈ യോസേഫിൻ്റെ കറ്റയുടെ 4 ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ സെൻറ്ററിൽ നിൽക്കുന്ന യോസേഫിൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു, യോസേഫിൻ്റെ നന്മയെ നമസ്കരിക്കുന്നു എന്നാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത് കേട്ടപ്പോഴേ എന്ത് സംഭവിച്ചു? തുടർന്ന് അവിടെ ജസ്റ്റ് ഒരു വചനം വായിച്ചാലും, നിന്ന് നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ? ആമേൻ. നോക്കിക്കേ, നീ ഞങ്ങളുടെ രാജാവാകുമോ? ആമേൻ. നീ ഞങ്ങളുടെ അധിപതിയാകുമോ? നീ അധികാരിയായി തീരുമോ? ദൈവം ഒരുവനെ അധികാരിയാക്കി തീർക്കുമ്പോൾ, ആമേൻ, ദൈവം ഒരുവനെ അധികാരിയാക്കിയത് തന്നെയാണ്. ഒരുവനെ ഉയർത്തിയത് തന്നെയാണ്. ഹല്ലേലൂയ. അതിന് നമ്മൾ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. നമ്മുടെ സഹോദരൻ അധികാരിയായിരുന്നാൽ അത് രക്ഷയ്ക്കായിട്ടാണ്. നമ്മൾ പലയിടത്തും അധികാരമുള്ളിടത്ത് പോകുന്നില്ലേ? സാറേ, എനിക്ക് വീടിൻ്റെ അനുമതി തരണം, വീട് വയ്ക്കാനുള്ള, അല്ല സാമ്പത്തികത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, നിങ്ങൾ അധികാരിയാണ്. അധികാരി എടുത്ത് പോകും. അപ്പോൾ അധികാരിയായി ഒരുത്തനെ ഉയർത്തുകയാണ് ഇവിടെ ദൈവം. മേലധികാരി, മേലിൽ നിന്നുള്ള അധികാരി, കീഴിലുള്ളവരെ അധികാരപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോസഫിനെ ഹല്ലേലൂയ അധികാരിയാക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ. യോസഫിനോട് സഹോദരന്മാർ പറയുകയാണ്, ഞങ്ങൾ നിന്നെ, എന്താ പറഞ്ഞത്? നീ ഞങ്ങളുടെ രാജാവാകുമോ എന്ന് ചോദിച്ചിട്ട് അടുത്ത വചനം വായിച്ചാല്, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. നീ ഞങ്ങളെ രാജാവാകുമോ? ഞങ്ങൾ നിന്നെ വായിച്ചോ, വാഴുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവന്റെ വാഴ്ചയിൽ കീഴിലായിരിക്കുമോ എന്ന് ചോദിച്ചതിന് വീണ്ടും അവരെ പകയ്ക്കാണ്. അങ്ങനെ എഴുതിക്കണം. എന്താ എഴുതിക്കണേ? അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്കുകൾ നിമിത്തവും പകച്ചു. പിന്നെയും സ്വപ്നം കണ്ട് തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. നോക്കിക്കേ, മുകളിലുള്ള ദൈവം മേലധികാരി കീഴിലുള്ളവരെ അധികാരപ്പെടുത്തുകയാണ്. നമ്മൾ കീഴിലുള്ളവരാണ്, കീഴിലുള്ളവരെ അധികാരപ്പെടുത്തുകയാണ്. നമുക്ക് അധികാരപ്പെടുത്തി എന്തിനൊക്കെയാണ്? സൂര്യനും ചന്ദ്രനും നമ്മളെ നമസ്കരിക്കുന്നു എന്ന്. സൂര്യനും ചന്ദ്രനും ആരെ നമസ്കരിച്ചു? ദൈവമക്കളെ അനുസരിച്ചു, നമസ്കരിച്ചു. ദൈവമക്കൾ ആരാണ്? അധികാരമുള്ളവരാണ്. മനസ്സിലാകുന്നില്ലേ? ഇതിലേക്ക് വന്നിരുന്നെങ്കിൽ അതൊക്കെ മനസ്സിലാകുമായിരുന്നു ശരിക്കും. ഇവിടെ യോസഫിനെ നമസ്കരിക്കുന്നു എന്ന്. യോസഫ് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങൾ എഴുന്നേറ്റ് നിന്ന് അവനെ 10 നമസ്കരിച്ചു എന്ന്. അപ്പൊ സൂര്യൻ നമ്മളെ നമസ്കരിക്കുമോ? നല്ല കർത്താവിന്റെ നാമത്തിൽ നമസ്കരിക്കും. കർത്താവ് അധികാരപ്പെടുത്തിയവനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവ്വചരാചരങ്ങളും നമസ്കരിക്കും. അത്ര അധികാരമുള്ളവരാണ് നമ്മൾ ദൈവമക്കള്. ഞാൻ നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ അധികാരം തന്നിരിക്കുന്നു. ദൈവമക്കൾക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ല. എന്നല്ലേ അതൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്. ഹല്ലേലൂയ, 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 ആമേൻ. അത് നിമിത്തം അങ്ങനെ ഈ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഇങ്ങനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അടുത്തെന്താ സഹോദരന്മാരുടെ ഇടയിലുണ്ടായത്? അവർ പിന്നെയും പകയ്ക്കുകയാണ്. അവര് ദുഷിച്ചു, പകച്ചു. അവർ പറയുന്നത് ഞങ്ങളും നിന്റെ അപ്പനും അമ്മയും ചേർന്ന്, അപ്പനും അമ്മയുമാണ് സൂര്യനും ചന്ദ്രനും. സൂര്യനും എന്ന് പറഞ്ഞതും ചന്ദ്രൻ എന്ന് പറഞ്ഞതും റാഹേലിനെയും, റാഹേലല്ല, ഹല്ലേലൂയ, റാഹേലാണല്ലേ, റാഹേലിന്റെ മക്കളാണല്ലേ. അപ്പനും അമ്മയും എന്ന് പറഞ്ഞ യാക്കോബിനെയും തൻ്റെ ഭാര്യയെയും.
സൂര്യന് ചന്ദ്രനും, ബാക്കി നക്ഷത്രങ്ങളാണ് ബാക്കിയുള്ളവർ. നക്ഷത്രങ്ങളും 11 നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിച്ചു. ആ മക്കള് യോസേഫിനെ ഒഴിച്ച് 11 നക്ഷത്രങ്ങള് സ്ത്രീ ഉൾപ്പെടെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ പിന്നെയും പകച്ചു. ഹല്ലേലൂയ. ഒടുവിൽ എന്തായി സംഭവിച്ചു? എല്ലാം കൊണ്ട് പകച്ച് അത് മേലധികാരി അവൻ കീഴിൽ നിന്നുള്ളവരെ അധികാരപ്പെട്ടപ്പം ലോകം പകയ്ക്കും, ലോകം നിങ്ങളെ ദുഷിക്കും, ലോകം നിങ്ങളെ നിന്ദിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവിക അധികാര നിമിത്തമാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിങ്ങൾ ആമേൻ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ യോസേഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യോസേഫിനെ ആമേൻ പിന്നെ എന്ത് സംഭവിച്ചു? യോസേഫ് ഇപ്രകാരം ആമേൻ ദൈവിക ദർശനങ്ങൾ കാണുന്നത് കൊണ്ട് യോസേഫിൻ്റെ സഹോദരൻ അധികം പകച്ചു. അവനെ ഹല്ലേലൂയ യോസേഫിനെ സഹോദരന്മാർ ആമേൻ മിസ്രൈമി കച്ചവടക്കാർക്ക് വിറ്റു. ഹല്ലേലൂയ. മിസ്രൈമ കച്ചവടക്കാർ ഹല്ലേലൂയ ആമേൻ പോത്തിഫർ എന്ന് പറയുന്ന ഒരു മിസ്രൈമിനെ കൊണ്ടുവന്ന് വിറ്റു. ഹല്ലേലൂയ. മിസ്രൈമിൻ്റെ ഭവനത്തിൽ പാർത്തിരിക്കുമ്പോൾ അവൻ വിശ്വസ്തനായിരുന്നു, അധികാരമുള്ളവനാണ്. അവൻ മിസ്രൈമിൻ്റെ ഭവനത്തിൽ, പോത്തിഫറിൻ്റെ ഭവനത്തിൽ അവൻ ജീവിക്കുമ്പോൾ, യോസേഫ് ജീവിക്കുമ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് കണ്ടു. പോത്തിഫർ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് കണ്ടു. അവനെ ആയതുകൊണ്ട് പോത്തിഫറിൻ്റെ ഭവനത്തിൽ മേലധികാരിയാക്കി വെച്ചു. നോക്കിക്കേ, പോത്തിഫറിൻ്റെ ഭവനത്തിൽ യോസേഫ് മേലധികാരിയാ. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു. അവൻ്റെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് വിടുവിക്കപ്പെടുന്നു. രോഗബന്ധനം അഴിയുന്നു, കെട്ടഴിയുന്നു, ശാപം മാറുന്നു. ആമേൻ. അവൻ വിതച്ചാൽ 100 മേനി വിളയുന്നു. അവൻ കാവൽ നിന്നാൽ സിംഹമൊക്കെ പുലിയൊക്കെ ദൂരെ കൂടി വാലുമാട്ടിക്കൊണ്ട് കളയും. എല്ലാ കാര്യം സാധ്യം, അസാധ്യമായത് ഒന്നുമില്ല. ആയതുകൊണ്ട് ആമേൻ ദൈവം മേലധികാരി കീഴിലുള്ള അധികാരിയോട് യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിക്കുവാനിടയിൽ തീർന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ അവനോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവമുണ്ട്, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നുവെന്ന് കണ്ടിട്ട് പോത്തിഫർ തൻ്റെ ഹല്ലേലൂയ ആമേൻ ഭവനത്തിന് മേലധികാരിയായി, സർവത്തിനും സമ്പത്തിനും എല്ലാറ്റിനും അധികാരിയാക്കി വെച്ചു. തൻ്റെ ഭാര്യയെ ഒഴികെ മറ്റെല്ലാത്തിനും ഗ്രഹവിചാരകനാക്കി വെച്ചു. ആമേൻ. അവിടെ പിശാച് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. ആമേൻ. പിശാച് ഇടപെട്ടെങ്കിൽ തന്നെയും ആമേൻ ആ മേലധികാരിയുടെ അധികാരങ്ങളെ തിരിച്ചറിഞ്ഞ ഹല്ലേലൂയ യോസേഫ് ഉറച്ചു നിന്നു. ഹല്ലേലൂയ. എനിക്കൊരു രാജാവുണ്ട്, എൻ്റെ മേലൊരു അധികാരിയുണ്ട്, അവനാണ് എന്നെ അധികാരിയാക്കി ഈ ഭവനത്തിൽ വെച്ചത്. ഈ യോസാമേൻ ഈ പോത്തിഫറിൻ്റെ ഭവനത്തിൽ മേലധികാരിയാക്കിയത് ഹല്ലേലൂയ എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. അവിടെ എന്താ സംഭവിച്ചു? ആമേൻ പിശാച് ഇടപെട്ടു. ആമേൻ. എന്നാൽ പിശാചിന് യോസേഫിനോട് ഇടപെടാൻ സാധിച്ചില്ല. ആമേൻ അവിടെ ഭവനത്തിൽ പോത്തിഫറിന്റെ ഭാര്യയിലൂടെ പിശാച് ഇടപെട്ടു. ആയതുകൊണ്ടാണ് അവിടെയുള്ള അധികാരം ആ ഭവനത്തിലുള്ള അധികാരം യോസേഫിനെ നഷ്ടപ്പെടുവാനിടയിൽ തീർന്നത്. അങ്ങനെ യോസേഫിനെ ആ പോത്തിഫർ വന്ന് ഹല്ലേലൂയ, നിങ്ങൾക്ക് ആ ചരിത്രങ്ങളെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ടായിട്ട് പറയുകയാണ്. വന്നവനെ കൊണ്ട് കാരാഗ്രഹത്തിലാക്കി. ഇപ്പോൾ അധികാരമുള്ളവൻ സൂര്യനും ചന്ദ്രനുമാണ് അവനെ നമസ്കരിച്ചിരിക്കുന്നത്. കറ്റകളെല്ലാം നമസ്കരിച്ച് നന്മ, ഭൂമിയിലെ സകല നന്മകളും അവനെ നമസ്കരിച്ചിരിക്കുകയാണ്. വയല്, ഗോതമ്പ് തോട്ടം, യവത്തിൻ തോട്ടം, റാഗിത്തോട്ടം എല്ലാം യോസേഫിന് തൊഴയാണ് കേട്ടോ. സകല മത്സ്യങ്ങളും സകല പക്ഷി പർവ്വജാതികളും മൃഗാദികളും യോസേഫിന് തൊഴയാണ്. ഹല്ലേലൂയ. അത് മേലിൽ നിന്നുള്ളവ ആക്കി വെച്ചത് കൊണ്ടാണ്. സൂര്യനും ചന്ദ്രനും നടുവെന്ന് പറഞ്ഞാൽ സൂര്യൻ തീയാണ് കേട്ടോ. നമുക്ക് സൂര്യൻ നമ്മളെ തൊഴുവോ? ലോകപ്രകാരമുള്ളവനെ കരിച്ചു കളയും. ലോകപ്രകാരമുള്ളവനെ, ദൈവത പ്രകാരവൻ ഉള്ളവനെ തൊഴും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും
ദൈവഗീത പ്രകാരമുള്ളവനെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ, ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവനെ, ദൈവത്തിൽ ശരണപ്പെടുന്നവനെ തൊഴും സൂര്യനും ചന്ദ്രനും, സർവ്വതും തൊഴും, ആദിയും വ്യാധിയും തൊഴും, യജമാനായ ദുരാത്മാക്കൾ തൊഴും. ഹല്ലേലൂയ. ഞാൻ ഓടിക്കൊള്ളാം, മാറിക്കൊള്ളാം അതിൻ്റെ അധികാരി വരുമ്പോൾ. ഹല്ലേലൂയ. അങ്ങനെ ആമേ യോസേഫ് ഇപ്പോഴെവിടെ കിടക്കുന്നത്? കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിലേക്ക് കിടന്ന സമയത്ത് കാരാഗ്രഹത്തിൽ വെച്ച് ദൈവം കൂടെ ഉണ്ടായിരുന്നു. അവനോട് കൂടി ഇരുന്നു. സ്വർഗത്തിലെ ദൈവം മേലധികാരി ഇപ്പോൾ യോസേഫിനോട് കൂടെ കാരാഗ്രഹത്തിൽ ഇരിക്കുകയാണ്. ഇവിടെ യോസേഫ് തറയിൽ ഇരിക്കുമെങ്കിൽ യേശു കർത്താവ് അവൻ്റെ ആമേൻ. യേശു തറയിൽ ഇരിക്കൂലേ? ഇരിക്കത്തില്ലേ? യേശുവിന്റെ വചനം പറയുന്നത് സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി പാദപീഠം. അവൻ ആകാശ നീലിമയിൽ സൂര്യനെ തേജസ്കരിച്ച് നിൽക്കുകയാണ്. അത്ര വലിയ ദൈവമാണ്. നമ്മൾക്കാർക്കും അളക്കുവാനോ അവൻ്റെ രൂപം ഉണ്ടാക്കിയെടുക്കുവാനോ സാധിക്കുന്നതല്ല. എങ്കിലും അവൻ്റെ രൂപം മനുഷ്യരൂപ സാദൃശ്യമെന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് കൊണ്ട് ലോകക്കാര് മനുഷ്യരൂപ സാദൃശ്യത്തിൽ ദൈവരൂപ സാദൃശ്യം, മനുഷ്യരൂപ സാദൃശ്യം എന്നത് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യരൂപ സാദൃശ്യത്തിൽ ദൈവത്തെ സൃഷ്ടിക്കും, ദൈവത്തെ ഉണ്ടാക്കുന്നു. ഇങ്ങനതുപോലെയാണ് യേശു എന്ന്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ യേശുവിനോട് കർത്താവ് ആമേൻ യോസേഫിനോട് കൂടെ ഇരുന്നു. യോസേഫിനെ കൂടെ ഇരുന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? യോസേഫിന് കൂടെ ഇരുന്ന ദൈവം ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാകുന്നു യോസേഫ് നല്ലൊരു വ്യക്തിയാണ്. യോസേഫിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് കണ്ടിട്ട് കാരാഗ്രഹ പ്രമാണി അവിടെയുള്ള സകല ചുമതലയും യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരാഗ്രഹ പ്രമാണി പിന്നെ ഒന്നും അറിഞ്ഞില്ല. യോസേഫ് ഉള്ളയിടം കാലം സൂക്ഷിപ്പ്, ദൈവം അവിടെ സൂക്ഷിപ്പ്, വലയമുണ്ട്. ദൈവം വേലി അവിടെ കെട്ടി. യോസേഫുള്ള സ്ഥലത്തിൽ ഒരു ശത്രു അടുക്കുവാനോ അവിടെ നിന്ന് ഓടിപ്പോവാനോ ചാടിപ്പോവാനോ എല്ലാം സമാധാനം, സന്തോഷവും സൗഖ്യവും എല്ലാം അവിടെ ഉണ്ടായി കേട്ടോ. അപ്പോൾ ആമേൻ എല്ലാം ചുമതലയും യോസേഫിൻ്റെ കയ്യിൽ കൊടുത്തു. യോസേഫ് ദൈവപുരുഷനാണ്, അധികാരമുള്ളവനാണ്. ഇപ്പോൾ കാരാഗ്രഹത്തിലാണ് കിടപ്പ്. നമ്മൾ പലതരത്തിൽ ഇപ്പോൾ അധികാരമുള്ള ഒരു പലതരത്തിൽ കാരാഗ്രഹത്തിലാണ് കേട്ടോ. രോഗത്താലും ഭാരത്താലും ദുരിതങ്ങളാലും ദുഃഖങ്ങളാലും കഷ്ടപ്പാടുകളാലും കണ്ണുനീരിൻ്റെ താഴ്വരയിലും ഒക്കെ കാരാഗ്രഹത്തിൽ കിടക്കണം. അതിന് പുറത്തു കൊണ്ടൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് കെട്ടിവെച്ച് പലരെയും നമ്മളെയൊക്കെ കെട്ടി നമ്മൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി. അധികാരമുള്ളവൻ പുറത്തു വന്നാൽ പല കാര്യങ്ങളും ചെയ്യും, പലതും ചെയ്യും ദൈവത്തിന് വേണ്ടി. അത് ചെയ്യാതിരിക്കുവാൻ വേണ്ടി കെട്ടി ഒതുക്കിയൊക്കെ നമ്മൾ ആപ്പീസ് കൂട്ടിച്ചൊക്കെയാണ് പലരെയും വെച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് കെട്ടി കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യണമെന്ന് നല്ല കാലത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ അത്രത്തോളം എന്നെ കെട്ടി കേട്ടോ, ഒരുപാട് കെട്ടി. എങ്കിലും ഈ കാലത്തിനില്ലെങ്കിലും എനിക്ക് ദൈവസന്നിധിയിൽ വരുവാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. ആമേൻ. നമ്മൾ ഒരുമിച്ച് നിങ്ങളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അത് ദൈവഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അത് നമ്മളാരും നമ്മളെ സ്വയമേ വന്നതല്ല, ദൈവം നമ്മളെല്ലാവരും ഒരുമിച്ചാക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് കാരാഗ്രഹ പ്രമാണി യോസേഫ് നിമിത്തം ഒന്നും അറിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാകുന്നു ഫറവോന്റെ 2 ഉദ്യോഗസ്ഥർ കുറ്റവാളികളായിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അടയ്ക്കപ്പെട്ടപ്പോഴാകുന്നു കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിൽ യോസേഫ് അവരുടെ സ്വപ്നങ്ങളെ കാണുവാനിടയായി. സ്തോത്രം. കാരാഗ്രഹ അടയ്ക്കപ്പെട്ട ഫറവോന്റെ 2 ഉദ്യോഗസ്ഥന്മാർ 2 സ്വപ്നമൊന്നും വിവരിക്കാൻ സമയമല്ല. ആ 2 സ്വപ്നത്തിൻ്റെയും വ്യാഖ്യാനം അർത്ഥം യോസേഫ് പറഞ്ഞു. ആയത് നിമിത്തം ഹല്ലേലൂയ ആമേൻ അവർ അങ്ങനെ അവർ കണ്ടതുപോലെ തന്നെ പിന്നീട് സംഭവിച്ചു എന്നുള്ളതാണ് വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാകുന്നു അവർ മോചിക്കപ്പെട്ടു. 2 പേരും അവിടെ നിന്ന് മോചിക്കപ്പെട്ടു. ഒരാൾ ഫറവോന്റെ പാനപാത്ര വിചാരകനായി തീർന്നു പഴയതുപോലെ. ഒരുവനെ രാജാവ് കൊല്ലുമെന്ന് യോസേഫ് പ്രവചിച്ചു. ഹല്ലേലൂയ. അവൻ്റെ ദർശനത്തിൽ മറുപടി പറഞ്ഞത് ഒരുവനെ കൊല്ലുമെന്നും ഒരുവനെ രക്ഷിക്കും വച്ച് രാജാവിൻ്റെ പാനപാത്ര വിചാരകനാക്കി തീർക്കുമെന്ന്. അങ്ങനെ പാനപാത്ര വിചാരകൻ വീണ്ടും പാനപാത്ര വിചാരകനായി ഇരിക്കുമ്പോഴാകുന്നു ഫറവോൻ രാജാവ് ഒരു സ്വപ്നം കാണുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയിക്കുവാൻ ഹല്ലേലൂയ മിസ്രയീം ദേശത്തിലുള്ള സകല വിദ്വാൻമാരെയും മന്ത്രവാദികളെ ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെ കൽദയരെ സകലരെയും വിളിച്ചു വരുത്തി.
ആർക്കും അതിന് അർത്ഥം ബോധിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം പറയുന്നത് നമ്മളാരുമല്ല, ദൈവമാണ്. മേലധികാരിയാണ് പറയേണ്ടത്. മേലിൽ നിന്നുള്ള അധികാരം ലഭിച്ചാലേ, ആ മേലിൽ നിന്നുള്ള ദൈവാത്മാവ് ലഭിച്ചാലേ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഇന്നത്തെ ഭൂതലത്തിൽ, ഇന്നത്തെ സഭകളിൽ, സംഘടനകളിലൊക്കെ കിടന്നടിക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ ദൈവം സഹിക്കൂല കേട്ടോ. കള്ളപ്രവാചകന്മാരുടെ കാലഘട്ടം. ഒരുവന് വേണ്ടി വച്ചുകെട്ടി കള്ളസാക്ഷ്യങ്ങൾ പറയുക. എന്നെ ഉയർത്തുവാൻ വേണ്ടി എൻ്റെ ഒരു സഹോദരനെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിക്കും. എൻ്റെ കയ്യിൽ കാശുള്ളത് കൊണ്ട് അവൻ വന്ന് നിന്ന് പറയും, അയ്യോ ഈ ദിവസം പ്രാർത്ഥിച്ച ഭയങ്കര വിടുതലാണ് കേട്ടോ, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, അങ്ങനെ ചെയ്തിരിക്കുന്നു. ഒരുപാട് കള്ളപ്രവാചകന്മാർ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ അത് നോക്കിയാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളതനുസരിച്ച് കൊള്ളണം. ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിങ്ങളുടെ ദൈവവസനായിട്ട് ആമേൻ 5 പേർക്കോ 10 പേർക്കോ 15 പേർക്കോ ഒരു ദൈവവസനായിട്ട് നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്താൽ നിങ്ങൾ എന്നോട് പറയണം. ദൈവസനെ അങ്ങനെയല്ല പോകേണ്ടത്. ആമേൻ. ദിവസം പോകുന്ന വഴി തെറ്റാണ്, ഇന്ന വഴിയിൽ പോയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ദൈവമക്കളാണ്, അധികാരമുള്ളവരാണ്. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള അധികാരമുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള അധികാരമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കരവർത്തിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറയുന്നത് കേൾക്കാനും ബാധ്യത. ഞാൻ പറയുന്നത് ഇപ്പോൾ ദൈവവചനം സംബന്ധിച്ചാണ്. ദൈവം പറയേണ്ട മേലധികാരങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളെ അത് ശക്തരായി തീരുവാൻ വേണ്ടിയാണ്. ആരും നമ്മളെ തെറ്റിച്ച് കളയാതിരിക്കുവാൻ വേണ്ടി ആകുന്നു പറയുന്ന അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞ അന്ത്യകാലത്തിൽ അനേകരും ഒന്ന് നിങ്ങളെ തെറ്റിക്കും, കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കും. അത്രയുള്ള കള്ളപ്രവചനങ്ങളിൽ അടിക്കും. ഞാൻ ഇതാ കർത്താവ് അവിടെ ഇവിടെ എന്നൊക്കെ പലരും പറയും. അങ്ങനെയൊന്നും ഓടരുത്. ഒരിക്കൽ ഞാൻ സഭയ്ക്കകത്ത് ഞാൻ ഇന്നലെ ചോദിക്കാനിടയായിരുന്നു, കാട്ടാക്കടയിൽ യേശു വന്നാൽ അവിടെ എത്ര പേർ ഓടി പോകുമെന്ന് ചോദിച്ചു, കാണാൻ വേണ്ടി പോകുമെന്ന് വെച്ചു. ആമേൻ. അവിടെ ചിലരൊക്കെ പറഞ്ഞ് അവിടെ പോകുമെന്ന് പറഞ്ഞു. യേശു അവിടെ ഇവിടെയൊന്നും വരില്ല, അത് കാണാൻ പോവുകയാണ്. ഉത്സവ പറമ്പിൽ നാടകവും ഡ്രാമയും ആമേൻ ആമേൻ ബാലയും ആമേൻ വെൽപ്പാട്ടും പല പാട്ടും കൂട്ടുകളൊക്കെ കാണാൻ പോകുന്നതാണ്. യേശു കാഴ്ചയിലല്ല വരുന്നത്, വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിലാണ് അവൻ വരുന്നത്. ആമേൻ. അവനെ ആരാധിക്കുമ്പോഴത് ആമേൻ എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. യേശുവിനെ കാണാൻ നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ. ഒടുവിൽ കാണാൻ നമുക്ക് അവൻ്റെ മുഖം. ഭക്തൻ പറഞ്ഞു ഒരിക്കൽ നമ്മൾ കാണുന്നു, ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് ആമേൻ ദേഹസഹജിതനായി അവൻ്റെ മുഖം ഞാൻ കാണും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ നമ്മൾ കാണും. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ തോന്നുന്നു, ആ വചനത്തിൽ വായിക്കുമ്പോൾ 2-ാമത്തിലോ 3-ാണ് ആമേൻ നഥനയേലിനോട് പറഞ്ഞു. നഥനയേലിൻ്റെ അടുത്ത് യേശുവിന് ആമേൻ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. നഥനയേൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇതാ ആമേൻ മോശെ പ്രവാചകന്മാർ എഴുതിപ്പെട്ടിരിക്കുന്നവനെ ഞാൻ കണ്ടിരിക്കുന്നു, അവൻ നസറത്തിൽ നിന്നുള്ള യേശു തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് നഥനയേൽ പറഞ്ഞു, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നമുക്കെല്ലാം നന്മ ആവശ്യമാണ്, കറ്റക്കൂമ്പാരം ആവശ്യമാണ്. ആമേൻ, വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. വന്ന് കാണുക യേശുവിൻ്റെ അടുക്കൽ. ഹല്ലേലൂയ. നഥനയേൽ വന്നപ്പോൾ നഥനയേലിനെ കുറിച്ച് യേശു ഒരു പ്രവചനം പറഞ്ഞു. ഇതാ യേശു ദൂരെ നിന്ന് നഥനയേലും ഫിലിപ്പോസുമായിട്ട് ഇങ്ങനെ വരെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക്. യേശുവിനെ കാണാൻ വേണ്ടി വരെയാണ്. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ. യേശു പ്രവചിച്ചു പറയാണ്, ഇവനിലൊട്ടും കപടമില്ലാത്തവനാണ് ഇസ്രായേലിൻ. അതുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുത്തത് കേട്ടോ. കപടമില്ല. അതുകൊണ്ടാണ് ഇന്ന് യുദ്ധത്തിന് അവനോടുകൂടെ കർത്താവ് നിൽക്കുന്നത്. അവൻ്റെ കാര്യമൊക്കെ സാധിച്ചാണ് ഇന്ന് എത്ര ശത്രുക്കളെന്നറിയാം ഇന്ന് തകർത്ത് തരിപ്പണായിക്കൊണ്ടിരിക്കുന്നത്. അവന് വിരോധമായി, ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. അവന് കപടമില്ല. എത്രയോ പേര് ഇന്ത്യ സഹായിക്കുന്നവരവർ, ലോകത്തെ സഹായിക്കുവാൻ ശക്തരാണ് അവർ. ഇസ്രായേൽ മക്കള്, ദൈവമക്കൾക്ക് അത്ര ശക്തിയുണ്ട്, അധികാരമുണ്ട്, പവറുണ്ട്, ബലമുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആ വചനത്തിലൂടെ പറയുന്നത് സാക്ഷാൽ ഇസ്രായേലിൻ അവനിലൊട്ടും കപടമില്ല. അപ്പോൾ യേശുവിനോട് നഥനയേൽ ചോദിച്ചു, യേശുവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. ആമേൻ.
എന്നെ ഇവിടെ വെച്ച് എൻ്റെ കാര്യം, ഞാൻ കർത്താവിനെ വാഞ്ചിച്ച് ദാഹിച്ച് മോഹിച്ച് നടക്കുന്നു എന്നുള്ള കാര്യം, ഞാൻ കർത്താവിൻ്റെ വിശ്വസ്തനാണ്, അവനെ കാത്തിരിക്കുന്നവനെന്ന് ഈ ലോകത്തിൽ ആരും പറഞ്ഞില്ല. ഞാൻ സാക്ഷാൽ ഇസ്രായേലിനാണ്, ഞാൻ ഇസ്രായേലിനാ, കപടമില്ലാത്തവനാ. എനിക്ക് കപടം ഇഷ്ടമല്ല, ഞാൻ കപട പറയാൻ എനിക്ക് മനസ്സില്ല. ലോകം കപടങ്ങളുടെ നടുവിലാണ്, നേരത്തെ ഓർപ്പിച്ചതുപോലെ. കപട പ്രവചനം, കപടോപദേശം നിറഞ്ഞിരിക്കുന്ന ലോകം. യേശു പറഞ്ഞത് അവനിൽ ഒട്ടും കപടമില്ല. അവൻ്റെ ഹൃദയം അങ്ങ് തണുത്തു കേട്ടോ. അവൻ ആ സന്തോഷത്തിൽ ആനന്ദിച്ചു. എന്നെക്കുറിച്ച് ഇത്രയും വലിയ പ്രവചനം പറയുന്നു. നമ്മളെ ഹൃദയങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട് അല്ലേ? ഹല്ലേലൂയ. ആമേൻ. നിലവിളെ അറിയുന്നൊരു ദൈവമുണ്ട്, ഒട്ടും കപടമില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നെ എവിടെ വെച്ചറിയും? ഞാൻ നീ അത്തിയുടെ ചുവട്ടിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിച്ചോണ്ട് ഞാൻ നിന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ പിന്നെയും അപ്പോൾ നദനയിൽ പറഞ്ഞു, ആമേൻ, കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ രാജാവെന്ന് പറഞ്ഞു, ഇസ്രായേലിനെ വീണ്ടെടുക്കുന്ന രാജാവെന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ യേശു മറുപടി പറഞ്ഞത്, നീ ഹല്ലേലൂയ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും. ദൈവമക്കൾ അധികാരമുള്ളവർ പലതും കാണും. നിന്ദിക്കുന്നവരുടെ നടുവിൽ, ദുഷിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുന്നവർ, അപമാനിക്കുന്നവരുടെ നടുവിൽ, ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ പലതും കാണും. ആമേൻ. യോസഫിനെ ഇപ്പൊ ഇതാ കാണാൻ പോവാണ് കേട്ടോ. യോസഫിനെ സഹോദരന്മാർക്ക് വേണ്ട, സഹോദരന്മാർക്ക് വേണ്ട. അവൻ്റെ സ്വപ്നം, അവൻ്റെ ദർശനം, അവൻ രാജാവാവും പോലും, അവൻ നമുക്ക് പ്രഭുവാവും പോലും, അവൻ എനിക്ക് വേണ്ട. കേൾക്കാൻ മനസ്സ്, അവൻ്റെ ഒരു വാക്കും കേൾക്കാൻ മനസ്സില്ല. നമ്മൾ ഒരു ആലോചന ലോകത്തോട്, നമ്മുടെ സഹോദരൻ നമ്മളോടത്ത്, സഹോദരൻ്റെ യുദ്ധം എന്നാണ് ദൈവത്തെ വചനം പറയുന്നത്. ഒരു സഹോദരന് മറ്റു സഹോദരനോട് യുദ്ധമാണ്, ഇടി. കാണുമ്പോൾ സഹോദരൻ, കാണാത്തപ്പോഴും ഇടിയാണ്. അവൻ ഭയങ്കര ഉയർച്ചയില്ല, അവൻ ഭയങ്കരൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അഹങ്കാരം, അങ്ങനെ പരസ്പരം ചേർച്ചയില്ല. ആമേൻ. ചേർന്നിരിക്കുന്നത് ശുഭമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് എന്താണ്? ഇതാ സഹോദരന്മാർ ഒത്തു ജീവിക്കുന്നത്, വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അഗരോന്റെ താടി പോലെ, ഹെർമോന്യ മഞ്ഞ് പോലെ അവിടെയല്ലേ ദൈവിക സമാധാനം അധിവസിക്കുന്നത്. ദൈവം അങ്ങനെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ മനുഷ്യരുടെ അങ്ങനെയല്ല കേട്ടാ. ഭിന്നിപ്പ്, ഭിന്നതകൾ, അസൂയ, പിണക്കം, പിന്നായ്മ, അത്യാഗ്രഹം, ദുർമോഹം എന്നിങ്ങനെ ലോകമഷളത്വത്തിൽ ലോകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വേഗത്തിൽ വിരാമത്തിലേക്ക് അങ്ങോട്ട് കടന്നു പോവുകയാണ്. ക്രിസ്തുവിലുള്ള ചില വചനങ്ങൾ കൂടി ഓർപ്പിച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ യോസേഫിൻ്റെ ജീവിതത്തിൽ യോസേഫ് ആമേൻ ആമേൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. യോസേഫിനെ ഹല്ലേലൂയ, യോസേഫ് ആമേൻ ഇവിടെ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരുടെ സ്വപ്നം കണ്ടു, അതേപോലെ സംഭവിച്ചു. തുടർന്ന് ഫറവോൻ സ്വപ്നം കണ്ടു. മിസ്രൈമിൻ്റെ അധിപതിയായിരിക്കുന്ന രാജാവായിരിക്കുന്ന ഫറവോൻ സ്വപ്നം കണ്ടു. അതിനെ വിവരിപ്പാൻ അർത്ഥത്തിൻ്റെ വിവരിപ്പാൻ ആളില്ലാതെ ഈ രാജാവ് വ്യാകുലപ്പെട്ട് അങ്ങ് തളർന്നിരിക്കുകയാണ്. എന്താ ഈ സംഭവം? ചില സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്. നാട് മുഴുവനുള്ള മിസ്രൈം ദേശത്ത് മുഴുവനൊക്കെ സഞ്ചരിച്ചിട്ടോ ആരെയും കണ്ടെത്തിയില്ല. ആമേൻ. അപ്പോഴാകുന്നു പാനപാത്ര വിചാരകൻ ആമേൻ പറയുന്നത്, ഞങ്ങളെ മുൻപ് രാജാവ് ആമേൻ ജയിലിൽ അടച്ചിരുന്ന സമയത്ത്, അവിടെ ഒരു ആമേൻ കാരാഗ്രഹത്തിൽ അടച്ചിരുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് യോസഫാണ്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽക്കാരനാണ്. ആമേൻ. ആള് അല്ലെങ്കിൽ യഹൂദനാണ്. അല്ലെങ്കിൽ അയാൾ ഞങ്ങളെക്കുറിച്ച് ഫറവോൻ അടച്ചിരുന്ന 2 ഉദ്യോഗസ്ഥരെ കുറിച്ച് ദർശനം പറഞ്ഞു. അത് സത്യമായി അതേപോലെ തന്നെ സംഭവിച്ചു. ഒരുത്തനെ അപ്പക്കാരനാക്കി എടുക്കുമെന്ന് പറഞ്ഞു, ഒരുത്തനെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാജാവ് പറഞ്ഞു, അവനെ വേഗത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. യോസഫിനെ വേഗത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. യോസഫിന് വേഗത്തിൽ കുണ്ടറയിൽ ചെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് താടി മുടിയൊക്കെ വലിച്ചു മാറ്റി വേഗത്തിൽ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. രാജാവ് ആമേൻ ആമേൻ യോസഫിനോട് പറയാണ്, മേലധികാരി ആമേൻ സ്വർഗത്തിലെ ദൈവം അധികാരിയൊക്കെയാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്, പക്ഷെ കാരാഗ്രഹത്തിലാണ് കിടപ്പ്. ആമേൻ ആമേൻ. ഇവിടെ ഫറവോൻ പറയുകയാണ്, യോസഫിനോട് പറയാണ്, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. നീ അതിനെ വിവരിപ്പാൻ നീ പ്രാപ്തനാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 14 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഫറവോൻ കണ്ട സ്വപ്നം. ഫറവോനോട് ആമേൻ സ്തോത്രം ആമേൻ
ഫറവോൻ യോസഫിനോട് പറഞ്ഞത് അയച്ചാലോ? 41-14, 15, 16 വചനങ്ങൾ. ഫറവോൻ യോസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല, അത് വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. നീ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. അതിന് യോസഫ് പറഞ്ഞ മറുപടി ഞാനല്ല. ആമേൻ. യോസഫ് പറയുന്ന മറുപടി ഇതാണ്. ഫറവോൻ പറയുന്നത് നീ പറയുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാനല്ല, ദൈവം. നീ ഒരു അധികാരിയാണ്. ആമേൻ. ദൈവിക അധികാരം നിന്നിലുണ്ട്. പക്ഷേ യോസഫ് പറയണത് എനിക്ക് മേലിലൊരു അധികാരിയുണ്ട്, അവൻ നിന്നോടൊന്ന് ഉത്തരം പറയും. അവൻ നിന്നോട് പറയും. രാജാവ് പറയുന്നത് യോസഫ് പറയുമെന്ന്. എന്നാൽ യോസഫ് രാജാവിനോട് പറയുന്നത് ഞാനല്ല, ഫറവോനോട് ഇന്ന് കൃത്യമായൊരു ഉത്തരം. ആ വചനം ശരി തന്നെയെന്നൊന്ന് വായിച്ച് കേൾപ്പിച്ചാലും. ഞാനല്ല, ദൈവം തന്നെ ഫറവോന്, എന്റെ ദൈവം എന്നെ ശുഭമായ ഒരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, ഇത് എത്ര പേര് സന്തോഷിക്കുന്നു. നമുക്ക് വേഗത്തിൽ ആ വചനത്തിന്റെ പര്യവസാനത്തിലേക്ക് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. തുറന്ന് വായിച്ചാലും 1-2 വചനങ്ങൾ വായിച്ചാലും മതി. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ. അവൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. 41-37 വായിച്ചാലും 41-37 വിരാമം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 41 ഈ വാക്ക് ഫറവോൻ അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിപ്പിച്ചു. യോസഫ് പറഞ്ഞ ദൈവാത്മാവുള്ള യോസഫ് പറഞ്ഞ, മേലിൽ നിന്ന് അധികാരം ലഭിച്ച യോസഫ് പറഞ്ഞ വാക്കുകൾ ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഇഷ്ടപ്പെട്ടു. ഇത് ശുഭമായ ഉത്തരം. യോസഫല്ല പറഞ്ഞത്, ദൈവമാണ് ഫറവോനോട് സംസാരിച്ചത്. പകൽക്കാലത്തില് നമ്മളോട് സംസാരിക്കുന്നത് ദൈവമാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇവിടെ ഒരു ഉണക്ക ദൈവാസനല്ല ഇത് പറയുന്നത്. സ്വർഗത്തിലെ ദൈവമാണ് ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഓ നമ്മുടെ സ്ഥിതിക്ക് മാറ്റുന്നൊരു, സ്ഥിതികളെ മാറ്റുന്ന യോസേഫിനെ, അവൻ്റെ സ്ഥിതിയെ മാറ്റിക്കൊണ്ടുവരുന്ന ഒരു ദൈവം. ആമേ. ആ നമ്മെയും നമ്മുടെ സ്ഥിതി മാറ്റുന്നവനാണ്. ഹല്ലേലൂയ. വായിച്ചാലും അവസാനിപ്പിക്കത്തിന് എത്തി പോവുകയാണ്. ഹല്ലേലൂയ. 41 ആമേൻ. ബോധിച്ചു. ദൈവാത്മാവുള്ള ആമേൻ. ഫറവോൻ തിരിച്ച് മറുപടി പറയാണ്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. യോസേഫ് ഫറവോനോട് പറഞ്ഞു, ഞാനല്ല, എൻ്റെ ദൈവം നിന്നോട് സംസാരിക്കും. അപ്പോൾ ഫറവോൻ പറയുന്ന മറുപടി പ്രകാരമാണ്. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് പറയാണ്, ദൈവാത്മാവ് മേലിൽ നിന്നുള്ള അധികാരമാണ്. ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ആരുമില്ലാട്ട. കള്ളപ്രവാചന്മാരുടെ കാലം, കള്ളപ്രവാചന്മാര് അടയാളം തിരയുന്ന കാലം. ലോകക്കാർ ഒരുപാട് പേര് അടയാളം തിരഞ്ഞ് നടപ്പുണ്ട്. അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം, അവിടെ അങ്ങനെ ഇങ്ങനെ എന്ന് പറയും. ഒരുപാട് അടക്കാണ്. അന്ന് ഭയങ്കര കുഴപ്പത്തിന്റെ വിഷയം അന്തരീക്ഷത്തിലാണ് ലോകം കിടക്കുന്നത്. ആമേൻ. ഓ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവൻ നമ്മൾ കണ്ടു കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ആമേൻ. അടുത്ത് ഫറവോൻ രാജാവ് പറഞ്ഞ കാര്യം, ഈ ദൈവാത്മാവുള്ള ഈ അധികാരിയെ ഞാൻ ഉയർത്താൻ പോവുകയാണ്. മിസ്രൈമിനെ രാജാവാക്കാൻ പോവാണ്. മിസ്രൈമിൽ ഞാൻ മേലധികാരിയാക്കാൻ പോവുകയാണ്. അയച്ചാലും ദൈവം. ആമേൻ. യോസഫ് പറഞ്ഞു, ദൈവം ഞാനല്ല, ദൈവമാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും കാര്യം മനസ്സിലാക്കി, ഇതിൻ്റെ മുകളിലൊരു മേലധികാരി ഉണ്ടെന്ന്. അപ്പോൾ ഫറവോൻ പറയുകയാണ്, മേലധികാരിയാകുന്ന ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്. വായിച്ചാലും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. ആമേൻ. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നീ എന്റെ ഗ്രഹത്തിന്
എൻ്റെ രാജ്യത്തിന് മിസ്രൈമിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ സഹോദര സംഘത്തിന് വേണ്ട. നടക്കും. സഹോദര സംഘങ്ങൾ പലരും ഒക്കെ അയ്യോ ഇവൻ ഈ ഉണക്ക യോസഫ് അവൻ നമ്മളെ ഇളവനല്ലേ, അവനായിരിക്കുന്നു മേലധികാരി സഹോദര സംഘത്തിന്. ഞങ്ങളൊക്കെ ഇത്ര മുല്ലന്മാരായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് പോടും, അങ്ങോ ചാടും ഇഞ്ചാടും എന്നൊക്കെയാണ് ലോകത്തിന്റെ നമ്മളെ പലരുടെയും ഇരിപ്പ്. അവിടെ ഫറവോൻ പറയുന്ന കാര്യം, വലിയ രാജ്യത്തിന്റെ അധിപതി പറയാണ്, ആമേൻ, ഈ യോസഫ് മേലിൽ നിന്നുള്ള അധികാരം പ്രാപിച്ചവൻ ആമേൻ എൻ്റെ രാജ്യത്തിന് മേലധികാരിയാകും. വായിച്ചാലും നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം നിന്റെ വാക്ക് ആമേൻ സ്വർഗത്തിലെ മേലധികാരി വലിയ തമ്പുരാൻ ആമേൻ ആമേൻ അധികാരിയാക്കിയവന്റെ വാക്ക് എൻ്റെ ജനമൊക്കെ കേൾക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നുവെന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്ക് അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. മതി, സ്തോത്രം, മതി. ആമേൻ. ഒടുവില് ആമേൻ ബാക്കി വായിക്കേണ്ട, പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോസേഫിനെ മിസ്രൈം ദേശത്തൊക്കെയും ആമേൻ ഫറവോന്റെ രണ്ടാമത്തെ രഥത്തിൽ കയറ്റി ആമേൻ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. ആമേൻ യോസേഫിന്റെ മുമ്പിൽ സകലരും കുമ്പിടാൻ പറഞ്ഞു, സകലരും മുട്ടുമടക്കുവേൻ യോസഫ് രാജാവ് കൽപ്പിച്ചു. ദൈവാത്മാവിൽ ഉള്ളവൻ ആമേൻ ദൈവിക അധികാരമുള്ളവന്റെ മുൻപിൽ മുട്ടുമടക്കുവേ. ആരും മുട്ടുമടക്കാതെ വിടത്തില്ല കേട്ടോ. സ്വർഗത്തിലെ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ വിടത്തില്ല. അവൻ അധികാരപ്പെടുത്തിയവന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ വിടത്തില്ല. ആയതുകൊണ്ടാണ് ഭക്തൻ ഇപ്രകാരം പാടുന്നത്, ഹല്ലേലൂയ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ ആത്മാവും പാടും. ഒടുവിൽ മത്സരിച്ചു നിന്ന സഹോദര സംഘം ആമേൻ യോസേഫിന്റെ മുമ്പിൽ ധാന്യത്തിന് വേണ്ടി മുട്ടുകുത്തേണ്ടി വന്നു. ഹല്ലേലൂയ. മുട്ടുകുത്തിച്ച ദൈവമാണ് നമ്മുടെ ദൈവം, മേലധികാരിയ ദൈവം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ വിരാം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളോടങ്ങുന്ന പകൽക്കാലത്തിൽ അങ്ങ് സംസാരിച്ചു. മേലിൽ നിന്നുള്ള അധികാരം അതെ അങ്ങ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയല്ലോ, തന്റെ ഭക്തന്മാർക്ക് നൽകിയല്ലോ, തന്നെ ആരാധിക്കുന്നവർക്ക് നൽകിയല്ലോ. ആമേൻ. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉപദേശിച്ചുകൊണ്ട് അനേകരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. എപ്രകാരം ഉള്ള അധികാരം എന്ന് പറയുമ്പോൾ പാമ്പുകളെയും തേളുകളെയും സകല ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എല്ലാം ദൈവിക അധികാരങ്ങൾക്ക് കീഴില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശിവേ, ഈ ജനത്തെ അങ്ങയുടെ കരത്തിൽ തരുന്നു. ഈ മക്കളെ, നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഈ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ നാഴികക്കല്ലായിരിക്കട്ടെ അപ്പാ. ഇത് ശത്രു എടുത്തുകളയാൻ ഇടവരരുതേ. അനേകർ കള്ളപ്രവാചകന്മാര് ദുരുപദേശികളും വന്ന് അതിന് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിക്കുന്ന നാളുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓർത്തുകൊള്ളേ. ഇതാ അവിടെ എന്നും ഇവിടെ എന്നും അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ പലരും പറയും. അന്ത്യകാലത്തിൽ എല്ലാം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചത് നന്ദി. അടിയനോട് സംസാരിച്ചത് നന്ദി. അടിയനോട് ആമേൻ സംസാരിച്ചത് ആമേൻ എൻ്റെ ജനത്തിന് കർത്താവേ അങ്ങേൽപ്പിച്ചിരുന്ന ഈ ആടുകൾക്ക് അടിയൻ കൈമാറി. അവർ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അനുഭവത്വ വീഴ്ചയെല്ലാം അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. ഇനി പാട്ട് വേണോ?
ഒരു പാട്ട് പാടി വരാൻ പറ്റും പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തോടെ അധികാരം